കേരളത്തിൽ നിന്ന് കേന്ദ്ര മന്ത്രിസഭയിലെത്തിയ രണ്ടുപേരും മിടുക്കരെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ബി.ജെ.പി മറ്റ് സംസ്ഥാനങ്ങളിലെന്ന പോലെ കേരളത്തിലും വളരുകയാണ്. ബി.ജെ.പി ഭാരതം ഭരിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ അഖിലേന്ത്യാ തലത്തിലും നടക്കുന്നുണ്ട്. അതാണ് ഇത്തവണ പലയിടത്തും കോൺഗ്രസ് വിജയിക്കാൻ കാരണമായത്. ബി.ഡി.ജെ.എസിന് മന്ത്രിസ്ഥാനം കിട്ടണമോ എന്ന് അവർ തീരുമാനിക്കട്ടെ എന്നും തമ്മിലടിപ്പിക്കാൻ നോക്കേണ്ടെന്നും വെള്ളാപ്പള്ളി ആലപ്പുഴയിൽ പറഞ്ഞു. ഏതായാലും രണ്ടുപേരും മന്ത്രിയാകട്ടെ, അവരുടെ വകുപ്പുകൾ എന്താണെന്ന് പോലും നമുക്കറിയില്ല. അവരുടെ പ്രവൃത്തി കേരളത്തിന് ഗുണകരമാകട്ടെ. അവരെല്ലാം പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയവും മതവും ഒന്നും നോക്കാതെ കേരളത്തിലേക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും സെൻട്രലിൽ നിന്ന് കൊണ്ടുവന്നവർ ചെയ്യുന്നു പ്രതിജ്ഞാബദ്ധമായി. അതിന് രണ്ട് മന്ത്രിമാരും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും തൃശ്ശൂരിൽ നിന്ന് ജയിച്ച മന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ പ്രവൃത്തി കണ്ടിട്ട് അസസ് ചെയ്യുക എന്നുള്ളതല്ല, മുൻകൂട്ടി ഇപ്പോൾ പറയുന്നത് ശരിയല്ലല്ലോ. ഈ തുഷാർജി മന്ത്രിയാവുന്നിങ്ങനെ കേട്ടിരുന്ന അത് ഞാൻ കേട്ടില്ല. അത് കേട്ടത് നിങ്ങൾ കേൾപ്പിച്ചതായിരിക്കും. ഞാൻ കേട്ടില്ല. ഞാൻ കേൾക്കാത്ത കാര്യം ഞാൻ എന്തിനാണ് പറയണത്? ബി.ഡി.എസിന് പ്രാതിനിധ്യം കൊടുക്കണ്ടേ? അത് നിങ്ങൾ എന്നെ അങ്ങനെ ചൂടാക്കാൻ നോക്കണ്ട. അതാ പണിയും വേറെ പള്ളി ചെന്ന് പറഞ്ഞാൽ ഈ പള്ളി പറയണ്ട, ഇത് വെള്ളാപ്പള്ളിയാണ്. അർഹത വേണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടവർ തീരുമാനിക്കും. അത് നിങ്ങൾക്കില്ല. രാജാവിനെയൊക്കെ വലിയ രാജഭക്തി നിങ്ങൾക്ക് എന്താണ്? ഇതോ അങ്ങനെയുള്ള സ്നേഹം ഇതിനകത്ത് വേണ്ട. നിങ്ങൾ തമ്മിൽ നിങ്ങൾ വന്നപ്പോഴേ അറിയാം നിങ്ങൾ തമ്മിൽ തെല്ലിക്കാൻ വന്നാണ്. ആ പണി വേണ്ട. എൻ്റെ കുഞ്ഞെ, ഞാൻ പെരുന്നാളെ എത്ര കണ്ടിട്ട് പള്ളി പോകാത്തവനാണ് ഞാൻ. അതുകൊണ്ട് പണി കൈ വെച്ചേര്. ഞാനും മീഡിയക്കാരനാണ്, ഞാനും പത്രപ്രവർത്തകനാണ്. അതുകൊണ്ട് കൊല്ലക്കുടി സൂചി വയ്ക്കാൻ നോക്കണ്ട.